ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആമസോണിൻ്റെ കളക്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഒരു എഡിറ്റായി മാറിക്കാണ്. നമുക്ക് ഒന്നും അറിയാണ്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇങ്ങനെ പർച്ചേസ് ചെയ്യാം. പിന്നെ ഡിസ്കൗണ്ട് ഓപ്ഷൻസ് ഒക്കെ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ സൗകര്യമാണ് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട്. ഒന്നും അറിയണ്ട, സുഖമായിട്ട് ഇങ്ങനെ ഡെലിവറി കാശ് കൊടുക്കണ്ട, ഒന്നും വേണ്ട, സുഖമാണ്. പിന്നെ ഒന്നും പറ്റിയില്ലെങ്കിൽ തന്നെ എക്സ്ചേഞ്ച് ചെയ്യാം, റിട്ടേൺ വേണമെങ്കിൽ റിട്ടേൺ ചെയ്യാം. അപ്പോൾ അത് അങ്ങനെ പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വെച്ച് തുടങ്ങാം. നൈസ ബ്രാൻഡിനെയാണ് കേട്ടോ. അതും 3 പീസിന്റെ നല്ലൊരു പ്രീമിയം കളക്ഷൻ തന്നെ വേണം പറയാനായിട്ട്. കാരണം അത്യാവശ്യം നമുക്ക് ഫെസ്റ്റിവലിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻ കൂടിയാണ്. ഇതിൻ്റെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, ഒരു ക്രീമിൽ ഞാനൊരു ഗ്രീൻ ഷെയ്ഡിൻ്റെ ഒരു ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചാണ് ഇത് വരുന്നത്. അത് എന്ന് പറയുമ്പോൾ പ്യുവർ വൈറ്റിൽ ഒരു ക്രീം ഷെയ്ഡിൽ യോക്കിൽ നല്ല വർക്കും പിന്നെ ഇതിൽ ഗ്രീൻ ആയിട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരെണ്ണോടും കൂടി ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. ഇനി ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു എലൈൻ സ്റ്റൈലിലാണ് വരുന്നത്. റയോൺ മെറ്റീരിയലാണ്. പിന്നെ യോക്കിൽ വരുന്നത് ഫുൾ എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ് ഇത് വരുന്നത് കേട്ടോ. എലൈൻ ആണ്, ലാർജ് ആണ് സൈസ് വെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ പാൻറ്റ് വരുന്നത് പ്ലെയിൻ തന്നെയാണ്, നോർമൽ ഈ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ്. പക്ഷേ എനിക്ക് ഇതിൻ്റെ യോക്കോ ഇതിൻ്റെ ഒരു ഡ്രസ്സോ ഫിറ്റിങ്ങോ ഒന്നുമല്ല ഇഷ്ടമായത്. എനിക്കിഷ്ടമായത് ഈ ഒരു ദുപ്പട്ട മാത്രമാണ് കേട്ടോ. ഇതാണ് ആ ഒരു ഡ്രസ്സിനെ ഒന്ന് പ്രീമിയം ആക്കുന്നത്. അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ കണ്ടത്, ഗോൾഡിന് ഗോൾഡ് ഉണ്ട്, എന്നാൽ ബ്ലൂവിന് ബ്ലൂ ഉണ്ട്, എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. നൈസ ബ്രാൻഡിൻ്റെ ആണ്. പിന്നെ റേറ്റും നിസ്സാര റേറ്റുള്ള ജസ്റ്റ് 749 റുപ്പീസിനാണ് നമുക്ക് ഇത് കിട്ടിയത്. സെയിലുള്ളത് കൊണ്ട് മാത്രമായിട്ടോ ഈ ഒരു റേറ്റിന് കിട്ടുക, അല്ലെങ്കിൽ റേറ്റ് പിന്നെയും കൂടും. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്രേറ്റ് ഫ്രീഡം സെയിൽ. നൈസ ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ കുർത്തി സെറ്റാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്ക് മെറ്റീരിയൽ വൈസ് തന്നെയല്ല, എനിക്ക് ഇതിൻ്റെ ദുപ്പട്ടയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്തായാലും ടോപ്പ് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ടോപ്പ് വരുന്നത് ഒരു എന്താ പറയുക ടീൽ ഷെയ്ഡിൽ, അതിൽ നമുക്ക് യോക്കിൽ വരുന്നത് മൊത്തത്തിൽ എംബ്രോയ്ഡറി വർക്കാണ്. പിന്നെ ചെറിയ ചെറിയ ബൂട്ട വർക്ക്സ് ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇതിൽ 3 പീസായിട്ടാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു പാച്ച് വർക്ക് പോലെ, ഇവിടെ ഫ്രണ്ടിലൊരു പാച്ച്, ഇവിടെ 2 സൈഡിലൊരു പാച്ച് വർക്ക്. എന്തായാലും സ്ട്രെയിറ്റ് ആണ്, സൈഡ് കട്ടാണ് ഇത് വരുന്നത്. പിന്നെ പാൻറ്റിൽ പോക്കറ്റ് ഇല്ല. പാൻറ്റും സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ സ്ലീവിൻ്റെ എൻഡ് പോർഷനിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഗോട്ടാപട്ടിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിൻ്റെ ദുപ്പട്ടയാണ് ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞത്. ദുപ്പട്ടയിൽ നോക്കിയാൽ ഇത് ഓവറോൾ കാണുന്നത് ഫുൾ പ്രിൻ്റാണ്. പക്ഷേ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ടിഷ്യൂൻ്റെ ഒരു ലെയർ കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു തിളക്കുണ്ട്. ഒന്നുകൂടി ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ടിഷ്യൂൻ്റെ ചെറിയൊരു ഷിമ്മർ ഷെയ്ഡിലായിട്ട് വരുന്നത്. പിന്നെ ഭയങ്കര സോഫ്റ്റാണ്, എന്ന് വെച്ചാൽ കോട്ടനും ടിഷ്യൂ കൂടി മിക്സ് ആക്കിയിട്ട് ചെയ്തിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇത് വരുന്നത്. ഓവറോൾ ഈ കാണുന്നത് പ്രിൻറ്റ് ദുപ്പട്ടയാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. ഇതിലും കളേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജാണ്. പിന്നെ നൈസ ബ്രാൻഡ് എന്താവും, എനിക്ക് ആ നൈസ കേൾക്കുമ്പോൾ തന്നെ അതിനോടൊരു അതിനോടൊരു ഹരം അങ്ങനെയായി മാറി കാണാൻ. എന്തായാലും ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ. ഇത് നൈസ ബ്രാൻഡിൻ്റെ തന്നെയാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്കിത് ഇടാൻ പറ്റില്ല, ഭയങ്കര വിഷമമുണ്ട്. ക്ലോത്തൊക്കെ അടിപൊളി ക്ലോത്താണ്. കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക ഭയങ്കര സങ്കടം തോന്നിയതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, മീഡിയം സൈസാണ് ഇത് വന്നത്. ഇതാ മീഡിയം സൈസ് നൈസ ബ്രാൻഡിൻ്റെ. ഇത് ഭയങ്കര ഒരു ഫേവറേറ്റ് ബ്രാൻഡായി മാറിയിപ്പോൾ എൻ്റെ. കാരണം നമുക്ക് എത്നിക് സ്റ്റൈലിൽ നോക്കുകയാണെങ്കിൽ അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ ലുക്ക് എന്തായാലും ഞാൻ തുറന്ന് കാണിച്ചു തരാം. എന്തായാലും ഇടാൻ പറ്റില്ല, പക്ഷേ എക്സ്ചേഞ്ച് ചെയ്യാം. എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴേക്കും സമയമാവും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ യോക്കിൻ്റെ പോർഷൻ വരുന്നത്. അതുപോലെ തന്നെ വയലറ്റ് ഷെയ്ഡിൽ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് വരുന്നത്. യോക്ക് നോക്കിയേ, നല്ല കിടുക്കാച്ചി ഡിസൈൻ അല്ലേ. പാൻറ്റ് വരുന്നത് പിന്നെ പ്ലെയിൻ ആണ്. അതിൻ്റെ ബോട്ടത്തിൽ പ്രത്യേകിച്ച് വർക്ക്. ഇതൊക്കെ തുണിയിൽ എന്തൊരു സുഖമാണെന്നറിയോ, എന്തൊരു കംഫർട്ടാണെന്നറിയോ. ഇത് എന്താ പറയുക, നമുക്ക് പ്രീമിയം ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻ. പിന്നെ സ്ലീവിൻ്റെ പോർഷനിൽ ഒരു ചെറുതായിട്ടൊരു ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട 2 കട്ടുണ്ട്, 2 കക്ഷത്തും സാധനങ്ങൾ വെച്ചു. ഒരെണ്ണം ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇതിൻ്റെ ദുപ്പട്ടയും നല്ല അടിപൊളി ദുപ്പട്ട കേട്ടോ. ഇതൊക്കെ മെറ്റീരിയലിൻ്റെ ഷിഫോണല്ല കേട്ടോ, നല്ല ടൈപ്പ് റയോണിൻ്റെ മെറ്റീരിയൽ. റയോണിൽ നല്ല റയോൺ എന്ന് പറയില്ല, ഒരു ഹെവി റയോൺ. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ടയിൽ ഈ കാണുന്നത് ഫുൾ വീവിങ് ആണ്, ഫോയിൽ പ്രിൻ്റ് ഒന്നുമല്ല, വീവിങ്ങിൽ വരുന്ന ഒരു കളക്ഷൻ. ഇതാണ് കളർ വൈസ് അടിപൊളിയല്ല. ഞാൻ എന്തായാലും ഇത് എക്സ്ചേഞ്ച് ചെയ്യട്ടെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് നല്ല അടിപൊളി കളക്ഷൻ. ലാർജാണ് കേട്ടോ ഞാൻ വെയർ ചെയ്യേണ്ട സൈസ്, പക്ഷേ ഇത് മീഡിയമാണ്. ഇതും മീഡിയം
സെയിം ബ്രാൻഡിൻ്റെ തന്നെ. എനിക്ക് വിഷമമായിട്ട് ഈ ഒരു മീഡിയം എനിക്ക് കൊടുത്തച്ചപ്പോൾ അവർ, ഞാൻ ഓർഡർ ചെയ്തത് തെറ്റിയതാണാവോ, ഇനി അവർക്ക് എന്തെങ്കിലും പറ്റിയതാണോ എനിക്കറിയില്ല. എന്തായാലും എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ മറ്റേ ബേജ് ഷെയ്ഡിൽ ഇതിൻ്റെ ഒരു ഗ്രീൻ കളർ കോമ്പിനേഷനിൽ ഞാൻ മേടിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ സെയിം ഇപ്പം ഈ എടുത്തിരിക്കുന്നത്. എൻ്റെ ഒക്കെ എന്താ പറയുക, ചേട്ടൻ അനിയനും ചേച്ചിയും അമ്മയും മക്കളൊക്കെ ആയിട്ട് വരും. ഏകദേശം സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ് കേട്ടോ. ഇതാണ് ഞാൻ ഒരു ഗ്രീൻ ഷെയ്ഡ് മേടിച്ചത്. ഭയങ്കര നല്ല മെറ്റീരിയലും അതുപോലെ തന്നെ ഇട്ട നല്ല അടിപൊളി ലുക്കാണ്. ഇതിപ്പോൾ ഒരു മറൂൺ ഷെയ്ഡ്, ഒരു മുന്തിരി ഷെയ്ഡിലാണ് കേട്ടോ ഇത് വരുന്നത്. മീഡിയമായി പോയി. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട ഞാൻ കാണിച്ചു തരാം. സെയിം ഞാൻ ഇട്ടതിൻ്റെ തന്നെ കളർ ചേഞ്ച്. പാൻറ്റ് സെയിം കളർ കേട്ടോ, അത് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. ദുപ്പട്ട വരുമ്പോഴാ ഈ ദുപ്പട്ട തന്നെ, അതിൻ്റെ കളർ ചേഞ്ച് ആണെന്ന് മാത്രം. ഞാനൊന്ന് വെച്ച് കാണിച്ചു തരട്ടെ. എന്തൊരു പ്രയാസമല്ലേ, ഇട്ട് കാണിക്കണേക്കാളും നല്ലത്. ഇട്ട് കാണിക്കുന്നതായിരുന്നു സുഖം, പക്ഷേ ഇടാൻ പറ്റില്ലല്ലോ. അതെ, ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ലുക്ക് വരുന്നത്. എങ്ങനെയുണ്ട്? ഇതും സെയിം ആ ഒരു റേഞ്ചിലൊക്കെ തന്നെയാണ് കേട്ടോ. 749 ആ ഒരു റേഞ്ചിൽ തന്നെയാണ്. ഇപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കിയാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ മൈ ഹോൾ സ്റ്റോർ പറഞ്ഞിട്ടുള്ള ഒരു ലിങ്കും കാണാം, അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ലിങ്കും കാണാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളി തന്നെ, അടിപൊളി, ഒരു രക്ഷയില്ല. ഉള്ളതുപോലെ തന്നെ പറയും. എയർലൈൻ സ്റ്റൈലാണ് ഇത് വരുന്നത്. ഫാബ്രിക്കും സൂപ്പറാണ്. ഈ കാണിച്ച എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആമസോണെന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ ഇപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണിച്ചതിൻ്റെ എന്തെങ്കിലും ഒരു കളർ ചേഞ്ച് വേണമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൂക്കളുടെ മാറ്റം വേണമെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷനിൽ കയറി കഴിഞ്ഞാൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആമസോണിലേക്ക് പോകും. ആമസോണിലേക്ക് പോകുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഈ കാണിച്ച ഡ്രസ്സ് എന്തായാലും അതിൽ കാണിക്കും, അതിൻ്റെ റേറ്റും കാണിക്കും. അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഇങ്ങനെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കുറേ സജഷനായിട്ട് കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് കാണിക്കും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാ കളർ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. ഇനി സൈസസ് വേണമെന്ന് വെച്ചാൽ സൈസസും ആ ലിങ്കിൽ കയറി നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ 2XL ഉണ്ടാവും, ചിലപ്പോൾ 3XL ഉണ്ടാവും. അത് അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. ഓൺലൈൻ സൈറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. റേറ്റ് ആയാലും എന്താ പറയുക, സൈസ് ആയാലും എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. ഇതാണ് ഈ ഒരു ഓൺലൈനിൻ്റെ പ്രത്യേകത. പക്ഷെ എന്നാൽ എല്ലാ സാധനവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ലക്കിലി കിട്ടാറുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഹാപ്പിയാണ് ആമസോൺ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.